ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ, ബിസി ഡേ എന്ന് പറയുന്നില്ലേ, അതാണ് കേട്ടോ. അത്രക്കും ബിസിയാണ്, തിരിഞ്ഞാനും മറിയാനും സമയമില്ലാത്ത തിരക്കാണ് കേട്ടോ. സീസൺ സമയമായതുകൊണ്ട് ഒത്തിരി ഓർഡേഴ്സൊന്നും ക്ലിയർ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും കൂടി കുറച്ച് പാടാണ്. അന്നെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, എല്ലാം കുറച്ചേ ആക്കിയിട്ട് എടുത്തിട്ട് എനിക്ക് ഷെയറാന്ന് വെച്ച്. അപ്പോൾ ഇത് ഞാൻ പൊരിയപ്പത്തിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. പുറത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉള്ളിൽ പുകയില്ലാത്ത അടുപ്പിൽ പുക വന്ന് നിറഞ്ഞത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ ഈ നോമ്പിനൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്താണ് കേട്ടോ, പുറത്ത് അടുപ്പിട്ടിട്ടാണ് ഇതുപോലത്തെ എല്ലാം ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 തേങ്ങൻ്റെ അപ്പമാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഒന്നിച്ചുണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല മടുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കലാണ്. നോമ്പിൻ്റെ കാലത്ത് നല്ല പണിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. പൊരിയപ്പം ഉണ്ടാക്കാൻ ഈസി ഒന്നുമല്ല, നല്ല പണിയുണ്ട്. നോമ്പ് നോക്കിയിട്ട് കുറച്ച് ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ കഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഫില്ലിങ്ങൊക്കെ ഏകദേശം ആയിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടിച്ചിട്ട് ഇട്ടിന് കേട്ടോ. വറുത്തിട്ടും വറുക്കാതെയും എല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടിടലാണ്. വറുത്ത പൊടി തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വറുക്കാത്ത പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരിയൊക്കെ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല പങ്ങൽ ഇതുപോലെ നൈസാക്കിയിട്ട് അരച്ചിട്ട് കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ല പങ്ങൽ അതിൽ മുക്കി പൊരിച്ചിട്ട് എടുക്കലാണ്. ഫസ്റ്റ് സെയിലും റെസിപ്പിയും വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടത് എൻ്റെ ചാനലിട്ടത് ഈ വീഡിയോ തന്നെ കേട്ടോ. ഈ പൊരിയപ്പത്തിൻ്റെ അത് 2 ലക്ഷം വ്യൂസ് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊറ്റൊരു വീഡിയോ ഒക്കെ തന്നെ. അപ്പോൾ അത് പുറത്ത് നല്ല വെയിലാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോസിൽ കണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ടൈം ഇതുപോലെ ഉണ്ടാക്കുന്നുള്ളത്. എന്നിട്ടും കുറേ പേര് ഓരോരോ തരത്തിൽ മെസ്സേജായിട്ടും കോളായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമുക്ക് ചുട്ടു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഓർഡേഴ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. വെച്ചാൽ ഇത് മുന്നേ എടുത്ത നോമ്പിന് 20-ന് മുന്നേ എടുത്ത ഓർഡേഴ്സാണ് കേട്ടോ എല്ലാം. അതിന് ശേഷം ഒരു ഓർഡേഴ്സും ഞാൻ എടുത്തിട്ടില്ല. കാരണം പറ്റാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഓർഡേഴ്സൊന്നും എടുക്കാണ്ടിരുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോസിൽ കണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും, അത്രക്കും വെയിലാണ് കേട്ടോ. വെയിലും ചൂടും ഒന്നും കണ്ണേ കാണുന്നില്ല. പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ണ് കാണുന്നില്ല കേട്ടോ. അത്രക്കും വെയിലത്തും ചൂടത്താണ് കേട്ടോ ഈ പണിയെടുക്കുന്നുള്ളത്. ഒട്ടും വയ്യാന്ന് വെച്ചാൽ ഒട്ടും വയ്യ കേട്ടോ. കാരണം അത്രക്കും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇതുപോലത്തെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് രാവിലെ വന്നിരിക്കലാണ് വീട്ടിൽ വന്നിട്ട്. കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് തന്നാൽ മതി, കുറച്ച് തന്നെച്ചാൽ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കുറേ പേര് വന്നിട്ട് മടങ്ങി പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഓർഡർ എടുത്ത ആൾക്ക് മാത്രമേ ചുട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു, വീഡിയോയിലായെങ്കിലും വിളിച്ച ആളായെങ്കിലും നോമ്പ് 20-ന് ശേഷം ഞാൻ ഓർഡർ എടുത്തിട്ടാണ് തന്നെ പ്രത്യേകം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചുട്ടെടുത്തിട്ടുണ്ടായത് പൊരിയപ്പവും 5 തേങ്ങൻ്റെ പൊരിയപ്പട്ട ഏകദേശം 3-3.5 കിലോ വരെ ആയിട്ടുണ്ട്. പിന്നെ ബാട്ടുപത്തിലും ഇത് 2 കേട്ടോ. കുറച്ച് പെട്ടെന്ന് ഈ ഗൾഫിലേക്ക് കൊടുത്ത് വിടാനുള്ള ഓർഡേഴ്സ് മാത്രമാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ ഓർഡേഴ്സ് എന്നിട്ട് എടുത്തതും കൂടുതലും മുന്നേ കൊണ്ടുപോയതെല്ലാവരും ഗൾഫിലേക്ക് കൊടുത്ത് വിടാനുള്ള ഓർഡേഴ്സാണ്. അതിൻ്റെ ഇടയിൽ മറ്റപ്പങ്ങളൊന്നും നമ്മളെ പെരുന്നാളപ്പങ്ങളൊന്നും ചുടാൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ടൈമേ കിട്ടാറില്ല. ഇപ്പോൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഓർഡേഴ്സെല്ലാം അതെല്ലാം ചുട്ട് കൊടുക്കലാണല്ലോ ഓരോന്നായിട്ട്. അത്താഴം കഴിഞ്ഞിട്ടും കുറേ ചൂടും. പിന്നെ ഉച്ചവെയിലിൻ്റെ സമയത്ത് ചുടാൻ പറ്റുന്നില്ല. പിന്നെ വൈകുന്നേരം അസ്ർ നിസ്കരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ചുട്ടെടുക്കലാണെന്നോ നോമ്പ് തുറക്കും വരെ. അങ്ങനെതാ ഓരോന്നായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പാക്കിങ് ഒരു 1-2 മണിക്കൂർ പാക്കിങ് തന്നെ വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്കൊരു പരുവാണ് ഈ നോമ്പിന്. കാരണം പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഓർഡേഴ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. കുറേ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ് കേട്ടോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തന്നെ ഓർഡർ ക്ലോസ് ആക്കിയെങ്കിൽ എങ്ങനെയെന്ന് വെച്ചിട്ട്. ഞാൻ സ്റ്റാർട്ടിങ് ഇപ്പോൾ ആണ് കേട്ടോ ഈ പെരുന്നാളപ്പം ചുട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് മുന്നത്തെ ഒരു പെരുന്നാളും ഞാൻ ഇതുവരെ ചുട്ട് കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഈ നെയ്യടെ പൊരിയപ്പം അങ്ങനത്തെ അപ്പം എല്ലാം ഉണ്ടാക്കാൻ കുറച്ച് പാട് തന്നെ കേട്ടോ. പിന്നെ കൊട്ടയപ്പം അതുപോലത്തെ അപ്പെല്ലാം ചൂടാൻ നല്ല പാടാണ്. വിചാരിക്കാൻ പോലെ ഈസി ഒന്നുമല്ല കേട്ടോ. ഈ നോമ്പ് നോക്കിയിട്ട് ഇതുപോലത്തെ അപ്പം ചുടുമ്പോൾ കഷ്ടം കൂടുതലുണ്ട്. ഞാൻ മുന്നേ പിന്നെ ഓർഡർ എടുത്തത് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അത് നമുക്കൊരു ചതിവായിപ്പോവും. അതുകൊണ്ട് ഇനി എടുക്കുന്ന ആൾ അതും കൂടി എടുത്തെങ്കിൽ നമുക്ക് കൂടുതൽ കഷ്ടമാവട്ടെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കുറേ പേരൊന്നും ഇതിൻ്റെ ഒരു പാകം സെറ്റാകുന്നില്ല, ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞിടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകമാണ് ഞാൻ ചാനലിൽ ഫസ്റ്റ് 2 ലക്ഷം വ്യൂസ് ആയ ഒരു വീഡിയോസാണ് കേട്ടോ ഈ പൊരിയപ്പത്തിൻ്റെ വീഡിയോ. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി എൻ്റെ ആ വീഡിയോസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഇട്ടല്ല. റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രം മനസ്സിലാവും. പിന്നെ വീഡിയോ എടുക്കുന്നതിനിടന്ന് പിള്ളേരുടെ കയ്യിലും ഓരോരോ പണി ഒപ്പിക്കുന്നുണ്ടായിട്ട്. അപ്പോൾ അവരോട് മുണ്ടിക്കൊണ്ടായിക്കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇതുപോലെ പാക്ക് ചെയ്യുന്നുള്ളത്.
ഉണ്ടാക്കിയ സ്പോണിന് തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റാറില്ല, കാരണം ചൂട് തണിയാതെ പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ സമയം ചുട്ടിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ രാത്രി 1, 1:30, 2 മണി ഏകദേശം ആ ടൈം വരെ ആകുന്നുണ്ട്. പിന്നെ ആ ചൂട് തണിയാൻ വേണ്ടി ബെഡ്റൂമിൽ AC ഇങ്ങനെ കുറച്ച് തണുപ്പ് കൊണ്ടെങ്കിൽ തന്നെ ചൂട് തണിയല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ റൂമിൽ കൊടുന്നിട്ടൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും തണിഞ്ഞിട്ടായിട്ട് കവറിൽ സാധാരണ കവറിലാക്കിയിട്ട് അങ്ങനെ കിടന്നുറങ്ങലാണ്. രാവിലെ എണീച്ചിട്ടായിട്ട് ഇതുപോലെ പാക്കൊക്കെ ചെയ്യുന്നുള്ളത്. ഉച്ച സമയത്തൊന്നും ഇങ്ങനെ ഇതുപോലെ അപ്പങ്ങൾ ഉണ്ടാക്കല്ല കേട്ടോ, കാരണം വെയിലത്തൊന്നും പറ്റുന്നില്ല, ചൂടും വെയിലും ഒന്നിച്ചായതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് 3-4 ആൾ ഒന്നിച്ച് ചുടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും ഇതുപോലെ നോമ്പ് നോക്കി ചുടുന്നല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. പിന്നെ 2 പേരോട് ഞാൻ ചോദിച്ചായിരുന്നു ഒന്ന് വരാൻ പറ്റുമോ എന്നുള്ള ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ അവർക്കും ഇതുപോലെ വേറെയും അവർ ചുട്ട് കൊടുക്കുന്ന ഓർഡേഴ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ട. അല്ലെങ്കിൽ അവരും കൂടി ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഓർഡേഴ്സും കൂടി എടുക്കുമായിരുന്നു, കാരണം ഒന്നിച്ച് ചുടുമ്പോൾ നമുക്ക് അത്ര കഷ്ടമായിട്ട് തോന്നുന്നില്ല. പിന്നെ ആൾ കുറയുമ്പോൾ നമുക്ക് ചുടാനും കൂടി പാടാണ്. ഇൻഷാ അല്ലാഹ് ബൈനോമ്പ് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഓർഡർ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ തന്ന എല്ലാവർക്കും ബൈനോമ്പ് കഴിഞ്ഞിട്ട് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കാരണം കുറച്ച് ദിവസം കൂടി ഒന്ന് റെസ്റ്റ് ഇല്ലാണ്ട് പറ്റില്ലാന്ന് വിചാരിച്ച്. കാരണം അത്രക്കും ഈ ഒരു 1 വീക്ക് നല്ലോണം കഷ്ടത്തിലായിട്ട്. കാരണം വെച്ചെങ്കിൽ ഫസ്റ്റ് കുറച്ച് രാത്രി ആ സമയത്ത് മാത്രമാണ് ചുടുന്നുണ്ടായിരുന്നത്, നോമ്പൊക്കെ തുറന്നിട്ട് രാത്രി 10 മണിക്ക് ശേഷം. ഇപ്പോൾ ഇതാ രാവിലെയും എല്ലാ സമയത്തും ഇതിൻ്റെ പണി തന്നെ ആകുമ്പോൾ നല്ലോണം കഷ്ടമാകുന്നുണ്ട്. റെസിപ്പി വീഡിയോ ചാനലിട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ, കറക്റ്റ് പാകാവും. പിന്നെ ഇത് ബാട്ടത്തിനാട്ടോ, ഇതും കറക്റ്റ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കട്ടെ. സ്ഥിരം കൊണ്ടുപോകുന്ന കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ട, കാരണം വെച്ചാൽ പിന്നെ ഫസ്റ്റ് കൊടുക്കുന്നവർക്കാണ് കേട്ടോ ഫസ്റ്റ് കൊടുത്തു പോയത്. അവർക്ക് 2-3 കിലോ ഒന്നിച്ച് കൊടുത്തത് കാരണം ഇപ്പോൾ നമുക്ക് സ്ഥിരം കൊടുക്കുന്നവർക്ക് 1/2 കിലോ പോലെ കൊടുക്കാൻ പറ്റിയിട്ട. ഇപ്പോൾ 1 കിലോ അപ്പത്തിന് ചോദിച്ചവർക്കൊക്കെ ഞാൻ 1/2 കിലോ മാത്രമാണ് കേട്ടോ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഓരോ കിലോ ചോദിച്ചവർക്കൊക്കെ 1/2 കിലോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാരണം വെച്ചാൽ നമ്മളെ കൊടുക്കാൻ സാധനമില്ല കേട്ടോ. വെച്ചാൽ ചുടാൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമുക്ക് ചുടാൻ ഭയങ്കര പാടാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ സമയത്താണ്ട് സീസൺ സമയത്ത് ഭയങ്കര റഷും കൂടിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചുട്ട് കൊടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ ഈ പാക്കിംഗ് ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ പാക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ടേക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പം വെയിറ്റിംഗ് മെഷീൻ ചിലപ്പോൾ സെറ്റായിട്ട് കിട്ടില്ല, അപ്പോൾ നമുക്ക് പ്രാന്ത് പിടിക്കുമെന്ന് പറയുന്നില്ല, അങ്ങനെയായിട്ട് നിൽക്കലാണ്. അതുമാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിലെ പണി, നോമ്പ് തുറൻ്റെ പണി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലോണം കഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ആരും ഈസി ആയിട്ട് ചുടുന്നൊന്നും ഞാൻ പറയണ്ടേ, നോമ്പ് നോക്കിയിട്ട് ചുടാൻ കുറച്ച് കഷ്ടം കേട്ടോ. നോമ്പ് കഴിഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതുപോലെ സെയിൽ ചെയ്യട്ടോ. ആരൊന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യല്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഒട്ടും വയ്യ. എങ്ങനെയൊക്കെ നോമ്പ് തുറന്നിട്ട് എങ്ങനെയെങ്കിലും കുളിച്ചിട്ട് കിടന്നുറങ്ങലാണ്, അത്രക്കും വയ്യാതെയാണ് കേട്ടോ ഇത് ചെയ്യുന്നില്ല. അതിൻ്റെ അടുക്കുന്ന ഈ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ വീഡിയോ ചെയ്യാതിരിക്കാൻ എനിക്ക് അത്ര പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇടുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.